ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റവ കേസരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കേസരി ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അതാവുമ്പോഴാണ് നമ്മളെ കേസരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നെയ്യ് നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം ഞാനിത് മൊത്തം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന നെയ്യിലേക്ക് നമുക്കൊരു കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു 4-5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ തന്നെ ഇളക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1.25 കപ്പോളം പാലാണ്. ഒരു കപ്പിന് 1.25 കപ്പാണ് പാൽ എടുത്തിട്ടുള്ളത്. പാൽ മാത്രമായും ചേർക്കണമെന്നില്ല. ഒരു കപ്പ് പാലും ഒരു 1/4 കപ്പോളം വെള്ളവും വേണമെങ്കിൽ ചേർത്തിട്ടും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലൊഴിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും നമ്മളെ കേസരിക്ക്. അപ്പോൾ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെ വീട്ടിലേക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാനല്ലേ. അപ്പോൾ കളറൊന്നും ചേർക്കാത്തതാണ് നല്ലത്. ഇനിയിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് സമയം ഇളക്കുന്നവരും നമ്മൾ ചട്ടിയിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാഷ്യൂ റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ കേസരിൻ്റെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യ് തടവി എടുത്തതാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേസരിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതുരത്തിലുള്ള പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഈ മിക്സ് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ലെവൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഒരു സ്പൂൺ വെച്ച് ലെവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പം ഞാനിത് മൊത്തം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് റേസിൻസും ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മളെ കേസരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് കമിഴ്ത്തി കൊടുക്കാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേസരിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.